രാഷ്ട്രത്തലവന്മാരുടെ ഭാര്യ പ്രഥമ വനിതയാകുന്ന കീഴ്വഴക്കമാണ് ലോകരാജ്യങ്ങളിൽ കണ്ടുവരുന്നത്. അപൂർവം അവസരങ്ങളിൽ ചില രാജ്യങ്ങളിൽ സഹോദരിയോ മകളോ പ്രഥമ വനിതയായ ചരിത്രമുണ്ട്. പ്രഥമ വനിതയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. അടുത്തിടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആസിഫ് അലി സർദാരി തന്റെ ഇളയ മകൾ അസീഫ ഭൂട്ടോയെ പ്രഥമ വനിതയായി പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിൽ ആദ്യമായി പോളിയോ വാക്സിൻ സ്വീകരിച്ച കുഞ്ഞായിരുന്നു അസീഫ. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായമാണ് മാർച്ച് 10 തുറന്നത്. രാജ്യത്തിന്റെ പ്രഥമ വനിതയായി അസീഫ ഭൂട്ടോ സർദാരി തെരഞ്ഞെടുക്കപ്പെട്ട ദിവസമായിരുന്നു അന്ന്. 31-കാരിയായ അസീഫയെ രാജ്യത്തിന്റെ പ്രഥമ വനിതയായി പ്രഖ്യാപിച്ചത് പിതാവ് ആസിഫ് അലി സർദാരി തന്നെ. പാകിസ്ഥാന്റെ 14ാം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഉടനെയായിരുന്നു പ്രഥമ വനിതയെ അവരോധിച്ചുകൊണ്ടുള്ള ആസിഫ് അലിയുടെ പ്രഖ്യാപനം. 2007-ൽ ഭാര്യ ബേനസീർ ഭൂട്ടോ ചാവേർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ശേഷം അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. 2008 മുതൽ 2013 വരെ ആസിഫ് അലി പ്രസിഡന്റായിരുന്ന കാലയളവിൽ പ്രഥമ വനിതാ പദവിയിൽ ആരുമുണ്ടായിരുന്നില്ല. ആസിഫ് അലി രണ്ടാമതും പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ പ്രഥമ വനിതാ പദവി ഒഴിച്ചിടുന്നതിന് പകരം മകളെ അവരോധിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പ്രസിഡന്റിന്റെ ഭാര്യയാണ് പ്രഥമ വനിതാ പദം അലങ്കരിച്ചിട്ടുള്ളത്. അത് തിരുത്തിക്കുറിച്ചാണ് അസീഫ ഭൂട്ടോ പുതുചരിത്രമാകുന്നത്. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ സജീവ സാന്നിധ്യമായിരുന്നു അസീഫ ഭൂട്ടോ. അസീഫയുടെ ജ്യേഷ്ഠൻ ബിലാവൽ ഭൂട്ടോ സർദാരിയാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ അധ്യക്ഷൻ. മാർച്ച് 10 നടന്ന പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ആസിഫ് അലി സർദാരിക്കൊപ്പമുണ്ടായിരുന്നു അസീഫ ഭൂട്ടോ. മകളെ പ്രഥമ വനിതയാക്കുന്ന ആസിഫ് അലിയുടെ തീരുമാനത്തെ സ്വന്തം പാർട്ടിയായ PPPയും മുന്നണിയിലെ മറ്റ് കക്ഷികളും അംഗീകരിച്ചു. രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ട അസീഫ പ്രസിഡന്റിന്റെ മകൾ എന്ന നിലയിൽ മാത്രമല്ല രാജ്യത്ത് സുപരിചിത. പോളിയോ നിർമ്മാർജ്ജനത്തിനായുള്ള പാകിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭ അംബാസിഡർ, റോട്ടറി അംബാസിഡർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അസീഫ പാകിസ്ഥാനിൽ പ്രശസ്തയാണ്. 16ാം വയസ്സ് മുതൽ ആരോഗ്യരംഗത്ത് സജീവമാണവർ. ആസിഫ് അലി സർദാരിയുടെയും ബേനസീർ ഭൂട്ടോയുടെയും മൂന്നാമത്തെ മകളായി 1993-ൽ ലണ്ടനിലാണ് അസീഫ ജനിക്കുന്നത്. ഇതേ വർഷം തന്നെ ബേനസീർ ഭൂട്ടോ പാകിസ്ഥാന്റെ 13ാം പ്രധാനമന്ത്രിയായി. പോളിയോ വാക്സിനോട് ശക്തമായ എതിർപ്പുണ്ടായിരുന്ന പാക് ജനതയിൽ അതിനെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയായ ബേനസീർ പോളിയോ പ്രതിരോധ യജ്ഞം തന്നെ ആരംഭിച്ചു. തന്റെ കുഞ്ഞുമകൾ അസീഫയ്ക്ക് പ്രതിരോധ വാക്സിൻ നൽകിയാണ് ബേനസീർ ഭൂട്ടോ പോളിയോക്കെതിരായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ഇതോടെ പാകിസ്ഥാനിൽ പോളിയോ വാക്സിൻ സ്വീകരിച്ച ആദ്യ കുഞ്ഞായി അസീഫ. ഇതാണ് പിൽക്കാലത്ത് പോളിയോ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ അസീഫയ്ക്ക് പ്രേരകശക്തിയായത്. ഓക്സ്ഫോർഡ് ബ്രൂക്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സിലും സോഷ്യോളജിയിലും ബിരുദമെടുത്ത അസീഫ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ മാസ്റ്റർ ബിരുദവും നേടി. ഇതിനുശേഷമാണ് സാമൂഹ്യരംഗത്ത്, പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് അസീഫ സജീവ സാന്നിധ്യമാകുന്നതും പാക് ജനതയ്ക്ക് പരിചിതയാകുന്നതും. പോളിയോ വാക്സിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന പാകിസ്ഥാനിലെ സാധാരണക്കാരിൽ അവബോധം സൃഷ്ടിക്കാനും എതിർപ്പ് മാറ്റാനും അസീഫയ്ക്ക് കഴിഞ്ഞു. പോളിയോ ബാധിതരുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരാനും അസീഫ സമയം കണ്ടെത്തി. അവരുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ മതിപ്പുണ്ടാക്കി. ഇതിനെ തുടർന്നാണ് അസീഫയെ UN പാകിസ്ഥാനിലെ അവരുടെ ഗുഡ്വിൽ അംബാസഡറാക്കിയത്. 21ാം വയസ്സിൽ ഓക്സ്ഫോർഡ് യൂണിയനെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും അസീഫയ്ക്കാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവയായിരുന്ന അസീഫ 2020ലാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. മാതാവ് ബേനസീർ ഭൂട്ടോ സ്ഫോടനത്തിൽ മരിച്ച പാക് മണ്ണിൽ സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് രാജ്യത്തിന്റെ പ്രഥമ വനിതയായ ശേഷം അസീഫ ഭൂട്ടോ പറഞ്ഞു. പാകിസ്ഥാനിൽ ആദ്യമാണെങ്കിലും അമേരിക്കയിലും മറ്റും പെൺമക്കളെയും മരുമക്കളെയും പ്രഥമ വനിതകളാക്കിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. വിഭാര്യനായിരുന്ന US മുൻ പ്രസിഡന്റ് ആൻഡ്രൂ ജാക്സൺ പ്രഥമ വനിതയാക്കിയത് അനന്തരവൾ എമിലി ഡൊണാൾഡ്സണിനെയായിരുന്നു. ചെസ്റ്റർ ആർതർ, ഗ്രോവർ ക്ലീവന്റ് എന്നീ അമേരിക്കൻ പ്രസിഡന്റുമാരും സഹോദരിമാരെയാണ് പ്രഥമ വനിതയുടെ ചുമതല ഏൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം അർജന്റീനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഹാവിയർ മിലൈ പ്രഥമ വനിതയായി പ്രഖ്യാപിച്ചത് സഹോദരി കരീന മിലെയാണ്. ഹാവിയർ മിലെയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നയിച്ചതിനുള്ള ഉപകാരമായാണ്
സഹോദരിക്ക് പ്രഥമ വനിതാ പദവി ഹവിയർ മിലെ നൽകിയത്.